കശുവണ്ടി അഴിമതി കേസിൽ വിവാദ ഉത്തരവിറക്കിയ കെ ബിജു IAS വിടാതെ ഹൈക്കോടതി. കോടതി അധിക്ഷേപിച്ചത് അതീവ ഗൗരവമുള്ള കാര്യം. മാപ്പപേക്ഷ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെന്ന് ഹൈക്കോടതി. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് CBIക്ക് കൈമാറാൻ കോടതി ഉത്തരവ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ കെ ബിജു IAS കാര്യത്തിൽ മാപ്പപേക്ഷ വീണ്ടും രണ്ടാമതും അദ്ദേഹത്തിന് മാപ്പപേക്ഷ സമർപ്പിക്കേണ്ടി വരികയാണ്. കോടതി മാപ്പ് സ്വീകരിക്കില്ല എന്നുള്ളതാണോ? പക്ഷേ കെ ബിജു IAS വിടാൻ എന്തായാലും ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല. ഈ മാപ്പപേക്ഷ സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ട വിഷയമാണ് എന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 17 വർഷത്തെ സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കോടതിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിറക്കുക മാത്രമല്ല ചെയ്തത്, ആ ഉത്തരവിന്റെ പകർപ്പ് പ്രതിക്ക് നൽകി. പ്രതി കോടതിയെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറയുകയും ചെയ്തു. ഇത് ബോധപൂർവം നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് കോടതിയുടെ വിമർശനം. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല, കടുത്ത നടപടികൾ ഉണ്ടാകും. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കെ ബിജു IAS കോടതി അലക്ഷ്യ നടപടി തുടരുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് പറയാനായി തീരുമാനിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച കോടതി ആ തീരുമാനത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, ഈ കേസിലെ പരാതിക്കാരനായ കടകംപള്ളി മനോജിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവാണ് ഉണ്ടായത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കണക്ക് കൂട്ടി ഈ പ്രതികൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ ചില നീക്കങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചുറപ്പിച്ചിറക്കിയ ഉത്തരവാണ് എന്ന് അദ്ദേഹവും കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി. ഒപ്പം ഇന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBI ഈ കേസിലേക്ക് വന്നു എന്നതാണ്. ഇതുവരെ CBI എവിടെയായിരുന്നു എന്ന് കോടതി പലവട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കേസ് അന്വേഷിച്ചത് CBI ആണ്. സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ല എങ്കിൽ ആ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശമുള്ള ഏജൻസി CBI ആണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായി ഇതിൽ ഒരു ചെറുവിരൽ അണക്കാൻ CBI തയ്യാറായിരുന്നില്ല. ഇന്ന് കോടതിയിൽ CBI അഭിഭാഷകൻ എത്തി പറഞ്ഞ് ഞങ്ങൾക്ക് പകർപ്പ് കിട്ടിയിട്ടില്ല. കോടതി അപ്പോൾ തന്നെ ആ പകർപ്പ് കൈമാറാനായി സർക്കാർ അഭിഭാഷകയ്ക്ക് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത്. പ്രതിക്ക് പകർപ്പ് കൊടുത്തു, പരാതിക്കാരനും പകർപ്പ് കൊടുത്തു. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് പകർപ്പ് കൊടുത്തില്ല എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ ഉത്തരവ് പ്രോസിക്യൂഷൻ അനുമതി നൽകുമ്പോൾ ആ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി CBI ആണ്. അവർക്ക് എന്തുകൊണ്ട് പകർപ്പ് നൽകിയില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ CBI ഇന്ന് ചില സംശയങ്ങളും കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട്, രണ്ടാമത്തെ ഉത്തരവുമായി ബന്ധപ്പെട്ടും അവർക്ക് ചില സംശയങ്ങളുണ്ട്. അത് വെള്ളിയാഴ്ച ആ കാര്യങ്ങൾ വിശദമായ പരിശോധന നടത്താം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.